എല്ലാവർക്കും ലൈൻ ഗിറ്റാറിലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഇന്നിവിടെ മന്ദാര ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ എന്ന സോങ്ങിൻ്റെ അനുപല്ലവി പാട്ടിൻ്റെ ട്യൂട്ടോറിയലാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. പല്ലവി ആൾറെഡി ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് മിസ് ചെയ്തിട്ടുള്ളവർക്ക് ലിങ്ക് നോക്കി പഠിക്കാം. സോ ഹാപ്പി ലേണിംഗ്. അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നോട്ടിൽ നിന്നാണ്. ഫസ്റ്റ് റിങ്ങിലെ 14th ഫ്രെറ്റ്, അതായത് എഫ് ഷാർപ്പ് വരും. എരിയുന്ന പാട്ടിൽ അങ്ങനെയാണ് ആ വരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 2 സ്ട്രൈക്ക് എഫ് ഷാർപ്പിൽ വരും. എഫ് ഷാർപ്പ് ജി ആണ് വരുന്നത്. എഫ് ഷാർപ്പ് ജി ഇ ആണ് നോട്ട് വരുന്നത്. ഫസ്റ്റ് റിങ്ങിലെ 14, 15 അതുപോലെ 12th ഫ്രെറ്റ്. സോ 14th ഫ്രെറ്റാണ് എഫ് ഷാർപ്പ്, 15 ആണ് ജി. എരിയുന്ന അതാണ് ആ നോട്ട് എന്ന് പറയുന്നത്. എഫ് ഷാർപ്പ് ജി, എഫ് ഷാർപ്പ് ഇ. അപ്പോൾ ഒരുമിച്ച് ആ നോട്ടായിട്ട് വായിക്കുമ്പം പാട്ടിൽ എന്നുള്ളത് ഇയിൽ തന്നെ നിർത്തും. സോ എരിയുന്ന ഇങ്ങനെ വരും. എഫ് ഷാർപ്പ് 2 തവണ വായിക്കും. സോ ഈ ഒരു പാറ്റേണിനകത്ത് 3 നോട്ടേ വരുന്നുള്ളൂ. എഫ് ഷാർപ്പ് ജി, എഫ് ഷാർപ്പ് ഇ ആണ്. സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ആ ഒരു ചെറിയ പാർട്ട്. വാത്സല്യം എന്നുള്ളതാണ്. വാത്സല്യം എന്നുള്ളത് ഈ ഡി, സി ഷാർപ്പ്, എ ഷാർപ്പ് വരും. സോ ഡി, സോ ഇ, ഡി, സി ഷാർപ്പ്, സോറി ഇത് ബി ആണ്, എ ഷാർപ്പ് അല്ല, സി ഷാർപ്പ് ബി ആണ് വരുന്നത്. അപ്പോൾ ഒരുമിച്ച് വായിക്കുമ്പം ഇത് മുമ്പേ നമ്മൾ കണ്ടു. എഫ് ഷാർപ്പ് ജി, എഫ് ഷാർപ്പ് ഇ. വാത്സല്യം. ആ വാത്സല്യം എന്നുള്ളതാണ് സി, ഇ, ഡി, സി ഷാർപ്പ് ബി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സാധനം കൂടി ഇതിനകത്ത് വരുന്നതാണ്. വാത്സല്യം. അത് 2 തവണ വായിക്കാം. അതിനുശേഷം മെയിൽ വോയിസിൽ കേൾക്കാം നമുക്കിങ്ങനെ വാത്സല്യം എന്ന് പറയുന്നത്. വീണ്ടും അത് തന്നെ. അതിനുശേഷം ഈ നോട്ട് എന്ന് പറയുന്നത് ബി, ബി, ഡി, സി ഷാർപ്പ് വരും. സോ ബി, ഡി, ബി, ഡി അതുപോലെ തന്നെ സി ഷാർപ്പ് ഡി. ഇതാണ് ആ നോട്ട്. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് പറയുന്നത്, നോട്ട് മാത്രമായിട്ട് പറയുകയാണ്. എന്ന് പറയുന്ന ഇതെല്ലാം ഫസ്റ്റ് റിങ്ങിലാണ്. ഞാൻ ഈ വായിച്ച നോട്ട് കംപ്ലീറ്റ് ഇപ്പോൾ ഫസ്റ്റ് റിങ്ങിലാണ്. ഫസ്റ്റ് റിങ്ങിലെ ബി, ഡി, സി ഷാർപ്പ് ഡി, അത് കഴിഞ്ഞ് വരുന്നതാണ് ഇ, ഡി, സി ഷാർപ്പ് ബി. ഒരുമിച്ച് വായിക്കുമ്പം ഇതാണിപ്പോൾ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് വരുന്ന പാറ്റേൺ നോട്ടാണ്
അത് എയും ബിയും. സോ എയിൽ തന്നെ സ്ട്രൈക്ക് ചെയ്ത് ബിയിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് എയിൽ തന്നെ കൊണ്ടുപോകും. കണ്ടില്ലേ? ഒരൊറ്റ സ്ട്രൈക്ക് എയിൽ, വീണ്ടും എയിൽ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്, ബിയിൽ ടച്ച് ചെയ്ത്. ഒരുമിച്ച് ആ ഒരു വരി വായിക്കുകയാണെങ്കിൽ ആ നോക്കവേ എന്നുള്ളൊരു വരി വരുന്നത്, ആ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ? എ ഡി സി ഷാർപ്പ് ബി വരും. എ ഡി സി ഷാർപ്പ് ബി. അത് വീണ്ടും 2 തവണ, വീണ്ടും ഒന്നുകൂടെ വായിക്കാം. വീണ്ടും അതേ പാറ്റേൺ ഒന്നുകൂടെ. അത് കഴിഞ്ഞിട്ട് മെയിൽ വോയിസിൽ മുകുളമായി എന്ന് തുടങ്ങുന്ന ഒരു വരിയുണ്ട്. ആ നോട്ട് എന്ന് പറയുന്നത് ബിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ബി ബി സി ഷാർപ്പ് മുകുളമായി എന്നുള്ളതാണ്. ബി ബി സി ഷാർപ്പ് ബി എ വരും. ഇടവഴിയെ, ആ ഇടവഴി എന്നുള്ളതാണ് ഈ നോട്ട്. ഈ നോട്ട് എന്ന് പറയുന്നത് സി ഷാർപ്പും ഡിയും വരും. ഫസ്റ്റ് സ്ട്രിങ്ങിലെ ഈ പൊസിഷൻ, സെക്കൻഡ് ഫ്രെട്ട് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്ട്രിങ്ങിലെ സെക്കൻഡ് ഫ്രെട്ട് എന്ന് പറയുന്നത് സി ഷാർപ്പാണ്. സി ഷാർപ്പും ഡിയും ഇവിടെ വരും. അപ്പോൾ ഇതിനകത്ത് നോട്ടുകൾ വരുന്ന കംപ്ലീറ്റ് സി വരുന്നുണ്ട്, സി ഷാർപ്പ് വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ബി കണ്ടു. ഓക്കെ, അപ്പം അത് 2 തവണ വരും. അത് കഴിഞ്ഞ് വീണ്ടും ഉള്ളിൽ ആമോദ, ആ ഒരു വഴിയാണ്. അത് വേണേ നമ്മൾ മുമ്പേ പല്ലവി പാട്ടിൽ വായിച്ച പോലെ ഇവിടെ വേണേ വായിക്കാം. ഈ 2 നോട്ടും ഒന്ന് തന്നെ. ഫസ്റ്റ് സ്ട്രിങ്ങിലെ ഈ നോട്ട് തന്നെയാണ്, അതായത് സി ഷാർപ്പ് ഡി ഇ ആണ് ഇവിടെ വായിച്ചേക്കുന്നത്. അപ്പം അനുപല്ലവി ഒന്നുകൂടെ നോക്കാം, അപ്പം എങ്ങനെ വരുമെന്നുള്ളത്. അത് വീണ്ടും നമ്മൾ വായിക്കും. അതിനുശേഷം അത് കഴിഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെയിൽ വോയിസിലെ ഇത് ഞാൻ സെക്കൻഡ് സ്ട്രിങ്ങിലാണ് വായിച്ചേക്കുന്നത്. സോ ബാക്കി കംപ്ലീറ്റ് ഇതുവരെ ഞാൻ വായിച്ച എല്ലാം ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. ഈ ഒരു പാർട്ട് മാത്രം സെക്കൻഡ് സ്ട്രിങ്ങിൽ, ഉള്ളിൽ ആമോദ. അത് നമ്മൾ ആൾറെഡി പല്ലവി പാർട്ടി കണ്ടിരുന്നു. ആ നോട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 7th ഫ്രെട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എഫ് ഷാർപ്പാണ്. അപ്പോൾ ഉള്ളിൽ ആമോദം എന്നുള്ളതാണ് എഫ് ഷാർപ്പ് ജി എ.
സോ ഇത്രയേ ഉള്ളൂ. സോ നന്നായി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.